ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആയുർവേദത്തിൽ ഔഷധ സസ്യങ്ങളുടെ പങ്ക് എന്ന ഈ വിഷയത്തിൽ നാം ഇതുവരെ കുറച്ചധികം സസ്യങ്ങളെ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ഇതിൽ അറിയുന്നത് നമ്മുടെ എല്ലാം അടുക്കളയിലെ സ്ഥിര സാന്നിധ്യവും പകരക്കാരനില്ലാത്തതുമായ മഞ്ഞളിനെ പറ്റിയാണ്. മഞ്ഞൾ ഒരു സൗന്ദര്യവർദ്ധക വസ്തു മാത്രമല്ല, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും ഗുണങ്ങളും ഉപയോഗങ്ങളും ഉള്ള ഒരു അത്ഭുത സസ്യം എന്ന് തന്നെ പറയാം. മഞ്ഞളിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ട സിഞ്ചിബറേസി കുടുംബത്തിലെ അംഗമായ മഞ്ഞൾ കുർക്കുമേ ലോങ്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു. ഈ ചെടിയെ ഇംഗ്ലീഷിൽ ടർമറിക് എന്നും ഹിന്ദിയിൽ ഹൽദി എന്നും അറിയപ്പെടുന്നു. ഏകദേശം 80ഓളം ഇനങ്ങൾ മഞ്ഞളിനുണ്ട്. ഇവയിൽ മേഘാലയൻ കുന്നുകളിൽ വളർത്തുന്ന ലക്ഡോങ് എന്ന ഇനമാണ് ഏറ്റവും ഔഷധ ഗുണമുള്ള മഞ്ഞളായി കണക്കാക്കുന്നത്. മഞ്ഞളിലടങ്ങിയ കുർക്കുമിൻ എന്ന പദാർത്ഥമാണ് ഇതിൻ്റെ ഔഷധ പ്രാധാന്യത്തിന് കാരണം. ടർമറോൾ എന്ന സുഗന്ധ തൈലം ഇതിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ റെസിനും ആൽക്കലോയിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മഞ്ഞളിൻ്റെ ഉപയോഗം ഭക്ഷ്യവസ്തുവായി മാത്രമല്ല, സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ആയുർവേദ ചികിത്സയിൽ പല മരുന്നുകളിലും അതുപോലെ നല്ലൊരു അണുനാശിനിയായും ഉപയോഗിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കൂടാതെ ഇവയുടെ മറ്റു ഉപയോഗങ്ങളും നമുക്ക് നോക്കാം. തേൾ, പൂച്ച എന്നിവ കടിച്ചാൽ പച്ചമഞ്ഞളും വേപ്പിലയും സമമാത്രയിൽ അരച്ചിടാവുന്നതാണ്. കൂടാതെ കുഴിനഖം, മുഖക്കുരു എന്നിവയ്ക്കും പച്ചമഞ്ഞളും വേപ്പെണ്ണയും ചാലിച്ച് പുരട്ടാവുന്നതാണ്. കൂടാതെ ചെവിപഴുപ്പ്, പ്രമേഹം, ചെങ്കണ്ണ്, കരപ്പൻ തുടങ്ങിയ ഒട്ടനവധി അസുഖങ്ങൾക്ക് പച്ചമഞ്ഞൾ ഒരു ഉത്തമ ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു പാർശ്വഫലവും ഇല്ലെന്നുള്ളതാണ് ഈ ഔഷധത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഇനി നമുക്ക് ഇത് നട്ടു വളർത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇളക്കവും നീർവാർച്ചയുമുള്ള മണ്ണും ചൂടുള്ള അന്തരീക്ഷവും ഉണ്ടെങ്കിൽ ടെറസിലോ ചാക്കിലോ പോലും നമുക്ക് മഞ്ഞൾ ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, നമുക്ക് ചുറ്റുമുള്ള അമൂല്യങ്ങളായ ഔഷധ സസ്യങ്ങളുടെ അത്ഭുതകരമായ രോഗശമന പ്രഭാവം മനസ്സിലാക്കി ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കുവാൻ നാം സന്നദ്ധരാകുന്നതിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ, നമ്മുടെ അമ്മയായ ഭൂമിയുടെ നിലനിൽപ്പിനെ സംരക്ഷിക്കുവാനും പുതിയ തലമുറയ്ക്ക് അതൊരു മാർഗനിർദ്ദേശമാക്കുവാനും കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.